പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസം 2-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് അറിയാൻ പരിശ്രമിക്കാം. ആദിമ നൂറ്റാണ്ടിൽ സന്യാസ ഭവനങ്ങളിൽ ബൈബിളിലെ 150 സങ്കീർത്തനങ്ങൾക്ക് തുല്യമായി 150 സങ്കീർത്തനങ്ങൾ യാമപ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇത് സാധാരണ ജനങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അതിലേറെ പേർക്കും വായിക്കാൻ അറിയാത്തവരായിരുന്നതുകൊണ്ട് അവർ സങ്കീർത്തനങ്ങൾക്ക് പകരമായി 150 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സന്യാസ ഭവനങ്ങളിൽ പോലും വായിക്കാൻ അറിയാതിരുന്ന സന്യാസിമാർ യാമപ്രാർത്ഥനയ്ക്ക് പകരമായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് ഞങ്ങൾ അംഗമായിരിക്കുന്ന കർമ്മലീത്ത മാതൃസഭയുടെ നിയമാവലിയിലും കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ 150 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായി പരിശുദ്ധ അമ്മയുടെ കീർത്തനം എന്ന പേരിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അടർത്തിയെടുത്ത ദൈവത്തിന്റെ വചനങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തില് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന അഭിവാദനം, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വചനഭാഗവും ലൂക്കായുടെ സുവിശേഷത്തിലെ തന്നെ 1-ാം അധ്യായം 42-ാം തിരുവചനത്തില് ഏലീശ്വ പരിശുദ്ധ അമ്മ സന്ദർശിക്കുമ്പോൾ ഏലീശ്വ നടത്തുന്ന പ്രാർത്ഥന, പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്യുന്നത്, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന പ്രാർത്ഥനയും കൂടി ഉൾക്കൊള്ളിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 150 പ്രാവശ്യം ചൊല്ലുന്ന പതിവ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പിന്നീട് സൗകര്യപ്രദമായി അത് 10 നന്മ നിറഞ്ഞ മറിയങ്ങൾ കൂട്ടിച്ചേർന്ന്, അതായത് ഒരു ദശകം, അങ്ങനെ ഈ പ്രാർത്ഥന ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ സങ്കീർത്തനമായിട്ട് നമ്മൾ കാണുന്നു. വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന മനോഹരമായ പ്രാർത്ഥന ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ സഭയില് ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ഏതാനും പ്രാർത്ഥനകൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നതിന് അപ്പുറത്ത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്: പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. അതായത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെ ധ്യാനിക്കാൻ ക്രൈസ്തവ മക്കൾ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഈ ജപമാല പ്രാർത്ഥന എത്രയോ ശക്തമായ പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിന്റെ വചനം കൂട്ടിച്ചേർത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതിൽ നമ്മൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുന്നു. അതിനുള്ള ചരിത്ര പശ്ചാത്തലം മറ്റൊന്നുണ്ടത് നമ്മൾ അടുത്ത ദിവസം ധ്യാനിക്കുന്നതാണ്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ കടന്നു പോകേണ്ട വലിയ രഹസ്യങ്ങൾ തന്നെയാണ്. അവന്റെ ജീവിതത്തിലെ
ഉയർത്ത താഴ്ചകളിലെല്ലാം അവൻ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും തളർന്നു പോകാതെ പരീക്ഷണഘട്ടങ്ങളില്, രോഗാവസ്ഥയില്, തകർച്ചയില്, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളില് എല്ലാം ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈശോയുടെ കുരിശിനോട് ചേർന്ന് നടന്ന് അവന്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ പരിശുദ്ധ അമ്മ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ചരിത്ര പശ്ചാത്തലം കണ്ട് ധ്യാനിച്ച നമുക്കും ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഈ ജപമാല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നേരങ്ങളിലും, പ്രത്യേകിച്ചും നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരവസാനമല്ല എന്നും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഈ ജപമാലയിലൂടെ അവന്റെ ജീവിതത്തെ ദൈവോന്മുഖമാക്കി മാറ്റണം. അതിനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആഴമായി ഈ ജപമാലയിലെ രഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ സ്വർഗോന്മുഖമാക്കി മാറ്റാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ജപമാലയിലൂടെ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് കൂടുതൽ ആത്മീയ ശക്തി സംഭരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. നമുക്കതിനാൽ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.